ജീവൻ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന കുട്ടികളുടെ ടെലിവിഷൻ ടാലന്റ് മത്സരമായ സുന്ദരിക്കുട്ടി സീസൺ 4ന്റെ ഗ്രാൻഡ് ഫിനാലെ 24-ന് എടപ്പള്ളി മാരിറ്റ് ഹോട്ടലിൽ നടക്കും. 60ഓളം ഫൈനലിസ്റ്റുകൾ മത്സരിക്കും. കേരളത്തിലെ പ്രശസ്തമായ കുട്ടികളുടെ ടാലന്റ് മത്സരമായ സുന്ദരിക്കുട്ടിയിൽ 4000-ഓളം പേരാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. ഇവരിൽ നിന്നും തിരഞ്ഞെടുത്ത 60 പേരാണ് സെപ്റ്റംബർ 24-ന് ഇടപ്പള്ളി മാരിറ്റിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കുന്നത്. ചലച്ചിത്ര സംവിധായകൻ സലാം ബാപ്പു, ചലച്ചിത്ര താരം സിനി വർഗീസ്, രാജ്യാന്തര ഫാഷൻ കൊറിയോഗ്രാഫർ സമീർ ഖാൻ, ഫാഷൻ ഡിസൈനർ നവീൻ കുമാർ, മിസിസ് കേരള സരിത രവീന്ദ്രനാഥ്, കാനഡ ചലച്ചിത്ര താരം രജിക സുരേഷ് എന്നിവരാണ് മത്സരം നിയന്ത്രിക്കുന്നത്. മത്സരം ഇപ്പോൾ കഴിഞ്ഞ 4ാമത്തെ സീസണാണ് നടക്കുന്നത്. കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലെ സീസണിൽ വളരെയധികം ടാലന്റായിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു. അതിൽ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മാളികപ്പുറം എന്ന സിനിമയിലെ ദേവനന്ദ എന്ന് പറഞ്ഞ കുട്ടി, ആ കുട്ടി ആദ്യ ഗ്രാൻഡ് ഫിനാലിൽ വിന്നറായിരുന്നു. അപ്പൊ അന്ന് തന്നെ നമുക്ക് തന്നെ അറിയാം ഇവർ ഇത്രയും ടാലന്റായിട്ടുള്ള കുട്ടികൾ നമ്മുടെ വളർന്നു വരുന്നുണ്ടെന്നുള്ളതിന് വളരെയധികം നമുക്ക് ആ ഒരു സമയത്ത് വളരെയധികം എക്സൈറ്റഡ് ആയിരുന്ന ഒരു സംഭവങ്ങളായിരുന്നു. അവർക്ക് റിസൾട്ട് ഉണ്ടാവുന്നു എന്നുള്ളതും കൂടിയാണ് നമുക്ക് സന്തോഷിപ്പിക്കുന്ന ഒരു ഘടകം. ഞാൻ ഈ കഴിഞ്ഞ 3 സീസണിലും ജഡ്ജായിട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വളരെയധികം നമ്മുടെ ഈ ഫ്യൂച്ചറിൽ ഒരുപാട് നല്ല ടാലന്റായിട്ട് കുട്ടികൾ വരുന്നുണ്ട്. പിന്നെ ഇപ്രാവശ്യത്തെ ഈ മേഖല ഓഡിഷൻ റൗണ്ടിലും ഞാനുണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ 300ഓളം കുട്ടികൾ നമുക്ക് മത്സരത്തിനുണ്ടായിരുന്നു. അത് നമ്മൾ ക്രീം ചെയ്തെടുത്ത ആണ്. അത്രയും ടാലന്റ് ആയിട്ടുള്ള കുട്ടികൾ അതിൽ നിന്ന് ആരും ഒഴിവാക്കാം. കാരണം ഈ 300-ൽ നിന്ന് 60ലേക്ക് എത്തുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചോളം കേരളത്തിലെ ഏറ്റവും മികച്ച കുട്ടികളെ കണ്ടെത്തി ലൈം ലൈറ്റിൽ എത്തിക്കുകയാണ് ഷോയുടെ ലക്ഷ്യം. ചലച്ചിത്ര താരം ദേവനന്ദ ഉൾപ്പെടെയുള്ളവർ സുന്ദരിക്കുട്ടി ഷോയിലൂടെയാണ് അഭിനയ രംഗത്തെത്തിയത്. വാർത്താ സമ്മേളനത്തിൽ സുരേഷ് ബാബു പട്ടാമ്പി, ഫാഷൻ ഡിസൈനർ റീഷ്മ കണ്ടോത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ജീവൻ ന്യൂസ്, കൊച്ചി.